ഇപ്പം നമ്മൾ ഏതാടാ ചെയ്യുന്ന ആ പോയിന്റ് എന്തായിട്ട് വരും? ഷേപ്പ് ടു സ്ലിറ്റിലേക്കല്ലേ? ബോട്ടം റൗണ്ട് അല്ലേ? നമ്മൾ ഇപ്പോൾ വരുന്നത് സ്ലിറ്റിലേക്ക് അല്ലേ? ഇപ്പം ഇതിൻ്റെ പോയിന്റ്സ് ഒക്കെ പഠിച്ചില്ലേ? നമ്മളെങ്ങനെയാണ് ബോർഡർ റൗണ്ട് എടുത്തത്? എങ്ങനെയാണ് ബോർഡർ റൗണ്ട് കണ്ടത്? ഒന്ന് പറഞ്ഞേ. സ്ലിറ്റ് റൗണ്ടിൽ നിന്ന് നമ്മളെങ്ങനെയാണ് ബോർഡർ റൗണ്ട് കണ്ടേ? ബോട്ടം റൗണ്ട് എങ്ങനെയാണ് എടുത്തത്? നമ്മൾ ബോർഡർ റൗണ്ട് എങ്ങനെയാണ് എടുത്തത്? ബോർഡർ റൗണ്ട് എടുത്തു. ഓക്കെ. വീനക്ക് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കണ്ടേ? കൊച്ചിന് മനസ്സിലായോ എന്താന്ന്? ബാക്ക് നെക്ക് ആദ്യം സാധാ പൊതുവെ സ്ക്വയർ നെക്ക് ഒക്കെ ചെയ്യുമ്പോൾ ബാക്ക് നെക്ക് ആണ് ഫസ്റ്റ് കട്ട് ചെയ്യാൻ. അപ്പൊ വി നെക്ക് കട്ട് ചെയ്യുമ്പോൾ ബാക്ക് നെക്ക് ആദ്യം കട്ട് ചെയ്യാണ്ടിരിക്കാം. അല്ലാതെ മുകളിലുള്ള ആം ഹോൾ ടു ചെസ്റ്റ് അല്ലേ? അതുപോലെ ഔട്ട്ലൈൻ കട്ട് ചെയ്യാം. ഓക്കെ. വീനക്ക് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ പറഞ്ഞ്. അത് കാര്യം മനസ്സിലായില്ലേ? ഇനി മറക്കില്ലല്ലോ. അതെന്തുകൊണ്ടാണ് നമ്മൾ ആ ബാക്ക് നെക്ക് കട്ട് ചെയ്യാതെ പോയത്? ഓക്കെ ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി ഒരിക്കലും ആദ്യം നമ്മളെപ്പോഴും വരച്ച് ചെയ്യുമ്പോൾ ബാക്ക് നെക്ക് ആദ്യം കട്ട് ചെയ്തു പോകും അല്ലേ? അപ്പോൾ ഇത് അങ്ങനെ കട്ട് ചെയ്യരുത്. വീനക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഔട്ട്ലൈൻ കട്ട് ചെയ്തെടുക്കുക. ശേഷം നമ്മൾ ബാക്കിനെ മാറ്റിയിട്ടിട്ട് ഫ്രണ്ട് കട്ട് ചെയ്തിട്ട് വീണ്ടും നെക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യുക അല്ലേ? അങ്ങനെ ചെയ്തു. ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യണേ? ബാക്കും കൂടി ഇട്ടാണോ കട്ട് ചെയ്യണ്ടേ? ബാക്കും കൂടി ഇട്ടിട്ട് നോട്ട് ചെയ്യണം. നോട്ട് കട്ട് ചെയ്തതിന് ശേഷം ബാക്ക് നെക്ക് മാറ്റി ഇട്ടിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, പഠിച്ചു. മനസ്സിലായല്ലോ അല്ലേ? ഇനി ഒരിക്കലും നമ്മൾ ആദ്യം ബാക്കിനൊക്കെ കട്ട് ചെയ്ത് പോകരുത് കേട്ടോ. കാരണം ബാക്കിനൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് വീനൊക്കെ ചെയ്യൽ നടക്കൂല അല്ലേ? ആ വീനക്ക് മാർക്ക് ചെയ്ത് കൊച്ചിന് മനസ്സിലായോ എന്ന് പറഞ്ഞു. എങ്ങനെ മനസ്സിലായെന്ന് പറഞ്ഞു. വീനക്ക് ചെയ്തിട്ട് ക്രോസ് ചെയ്തിട്ട് ഒരു മാർക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതിന്റെ മിഡ് പോയിന്റിൽ നിന്ന് 4 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്ത് അതിനെ കർവ് ചെയ്തു. അപ്പോൾ നമുക്ക് വീനക്ക് ഷേപ്പ് കിട്ടിയില്ലേ? ഓക്കെ, കട്ട് ചെയ്ത് നോക്കിക്കേ. താഴെയും മുകളിലും പോയിന്റ് എങ്ങനെ ഇരിക്കണം? വീനക്ക് ചെയ്യുമ്പോൾ താഴെയും മുകളിലും നമ്മൾ ശ്രദ്ധിക്കണ്ടേ? ഓക്കെ. പിന്നെ ഏത് ഭാഗത്തെ കർവ്ഡ് തന്നെ? ഓക്കെ. ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യണ്ടേ? അടുത്ത സ്റ്റെപ്പിന് നമ്മൾ എന്താ ചെയ്യണ്ടേ? കട്ട് ചെയ്തത് മാറ്റി വെച്ചു. ബാക്ക് നെക്ക് മാറ്റി വെച്ചത് എടുത്തിട്ട് ബാക്ക് നെക്ക് ലെങ്ത് മാർക്ക് ചെയ്യാണ്. ഇവിടെ വീതി നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി നമ്മൾ നോട്ട്സ് കൊടുക്കുന്നു അല്ലേ? ക്ലിയർ ആയില്ലേ? കഴുത്തകല ഉള്ളതുകൊണ്ട് നമുക്ക് എളുപ്പമില്ലേ? മാർക്ക് നേരെ വരച്ചാൽ മതി. ഓക്കെ അല്ലേ? എത്ര എടുത്ത് നെക്ക് ലെങ്ത്? നെക്ക് ലെങ്ത് 3.5. ഈ 3.5 എങ്ങനെ എടുത്ത് നമുക്ക് തയ്ച്ചു കഴിയുമ്പോൾ എത്ര കിട്ടണം? 3 കിട്ടണം. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഷോർട്ട് കൂട്ടി അടിക്കാനായിട്ടല്ലേ? ഇനി ആ റൗണ്ട് നെക്ക് എങ്ങനെയാ? ബാക്ക് മോൾ എന്താ ഉദ്ദേശിക്കുന്ന? റൗണ്ട് നെക്കാണോ വേണ്ടേ? ഓക്കെ, അപ്പൊ ഒന്ന് പറഞ്ഞേ, എങ്ങനെ മനസ്സിലായേ? 1 ഇഞ്ച് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ. മേലെ അല്ല, ഇവിടെ നിന്ന് 1 ഇഞ്ച്. ഫ്രണ്ട് നെക്കാണെങ്കിൽ നമ്മൾ ഇറക്കം കൂടി കഴിഞ്ഞാൽ നമ്മൾ 1.5 എടുക്കണം അല്ലേ? ഓക്കെ.
ആ അപ്പോൾ ആ പോയിന്റ് മാർക്ക് ചെയ്തുകൊണ്ടുള്ള ഗുണം എന്താ? എളുപ്പമില്ല റൗണ്ടിനൊക്കെ മാർക്ക് ചെയ്യാനായിട്ട്. റൗണ്ടിനൊക്കെ മാർക്ക് ചെയ്യാനായിട്ട് കൂടുതൽ എളുപ്പമാണ്. ഇപ്പം എങ്ങനെയുണ്ട്? മനസ്സിലായോ? റൗണ്ടൊക്കെ ശരിക്കും പഠിച്ചില്ലേ? ആ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് എങ്ങനെയുണ്ട്? ക്ലാസ്സൊക്കെ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഫസ്റ്റ് ക്ലാസ് തൊട്ട് നമുക്കത് അറിയാൻ പറ്റും. ക്ലാസ്സിൻ്റെ ക്വാളിറ്റി നല്ല ക്ലാസ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്യുന്നത് എന്താ? നമ്മൾ ലൈനിങ് വെച്ചിട്ട് മെയിൻ ക്ലോത്തിലേക്ക് കട്ട് ചെയ്യണം. അപ്പം മാർക്ക് ചെയ്ത് എങ്ങനെയായിരുന്നു മാർക്ക് ചെയ്തതെന്ന് പറഞ്ഞേ? തുണി മടക്കിയപ്പോൾ ബോട്ടം റൗണ്ട് അല്ലേ ഏറ്റവും കൂടുതൽ. അപ്പം ബോട്ടം റൗണ്ടിന്റെ വീതിയിൽ തുണി മടക്കി, എന്നിട്ട് അതിന്റെ മുകളിൽ ലൈനിങ് ക്ലോത്ത് വെച്ച് അതിന്റെ 1/4 ഇഞ്ച്. അപ്പം ഇത്രയും തുണി നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയില്ലേ? കണ്ടോ, ഇത് വെൽവെറ്റ് ക്ലോത്ത് ആണ്. ഇത്രയും തുണി സേവ് ചെയ്യാൻ പറ്റിയില്ലേ? അപ്പോൾ നമുക്ക് ഈ വീതി മാർക്ക് ചെയ്തെന്ന് പറഞ്ഞേ? വീതി മാർക്ക് ചെയ്തത് ബോട്ടം റൗണ്ടിൽ നിന്ന് 1/4 ഇഞ്ച് കൂടുതൽ. ബോട്ടം റൗണ്ട് നിന്ന് നമ്മൾ എത്ര കൂടുതലെടുത്തു? 1/2 ഇഞ്ച് കൂടുതലെടുത്തു. തുണി മടക്കിയത്. അതെ, അപ്പം നമുക്ക് ഇത്ര തുണി സേവ് ചെയ്യാൻ പറ്റിയില്ലേ? കണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ തുണി ഒത്തിരി നഷ്ടപ്പെടും അല്ലേ? വെൽവെറ്റ് ക്ലോത്ത് ആകുമ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? 1/2 ഇഞ്ച് കൂടുതൽ ഇട്ടെടുക്കണം. ലൈനിങ്ങിൽ നിന്നല്ലേ? മെയിൻ ക്ലോത്തിന് ലൈനിങ് എത്ര എടുത്തു? മെയിൻ ക്ലോത്തിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചെടുത്തു. അപ്പോൾ ലൈനിങ് വെച്ച് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തു. ഇപ്പോൾ മോള് ലെങ്ത് എങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞേ? മെയിൻ ക്ലോത്തിൽ നിന്ന് 2 ഇഞ്ച് കുറച്ചാണ് ലൈനിങ് ക്ലോത്ത് എടുത്തത്. ഓക്കെ, കാരണം എന്തുകൊണ്ടാ? നമ്മൾ താഴെ മടക്കി തയ്ക്കുമ്പോൾ അല്ലേ? താഴെ മടക്കി തയ്ക്കുമ്പോൾ ആ മടക്കിലേക്ക് കയറി വരും. ക്ലിയർ ആയില്ലേ? ഇനി എന്താ ചെയ്യണേ?